ശ്രീ സന്ദീപ്, ഒരു ക്രിമിനോളജിസ്റ്റ് എന്ന നിലയിൽ താങ്കൾ ഈ ചെന്താമരയുടെ മനോനിലയെ എങ്ങനെയാണ് കാണുന്നത്? കാരണം ചെന്താമരയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് ഇയാൾ വളരെ സംശയത്തോടു കൂടിയാണ് ഈ അയൽവാസികളൊക്കെ ഇയാൾ നോക്കിയിരുന്നതാണ്. അയാളുടെ ജീവിതത്തിലെ തന്നെ പ്രശ്നങ്ങൾക്ക്, അതായത് അയാളുടെ ഭാര്യയും മക്കളും ഒക്കെ പിണങ്ങിപ്പോയി വേറെ താമസിക്കുകയായിരുന്നു. അയാളുടെ ജീവിതത്തിലെ തന്നെ പ്രശ്നങ്ങൾക്ക് അയാൾ കരുതിയിരുന്നത് തൊട്ട അയൽവാസിയായ ഈ സജിതയും കുടുംബവുമാണ് അതിന് കാരണക്കാരെന്നാണ്. അങ്ങനെയാണ് 2019 സജിതയെ ഇയാൾ വെട്ടിക്കൊലപ്പെടുന്നത്. അപ്പോൾ ഇയാളുടെ തന്നെ സ്വഭാവത്തിൽ സഹികെട്ടാണ് ഭാര്യയും മക്കളും ഒക്കെ പിരിഞ്ഞു പോയത്. അതിന് പക്ഷേ സംശയം ഈ സജിതയാണ് ഇതിന് പിന്നിൽ എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ സുധാകരൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. സജിതയുടെ ഭർത്താവ്, അദ്ദേഹം തിരുപ്പൂരിലായിരുന്നു അന്ന് ജോലി ഉണ്ടായിരുന്നത്. ഈ കുട്ടികൾ സ്കൂളിൽ പോയ സമയത്താണ് സജിതയെ കൊലപ്പെടുത്തുന്നത്. അപ്പോൾ എന്നിട്ട് ഇയാൾ കൊന്ന ശേഷം ഇയാൾ നേരെ മുകളിൽ ആ മലയിൽ പോയി ഒളിക്കുന്നു. അങ്ങനെ പുറത്തിറങ്ങി. ഇപ്പോൾ ഈ ജാമ്യത്തിൽ പുറത്തിറങ്ങുമ്പോഴും ചെന്താമരയുടെ മനസ്സിൽ പകയാണ്. കാരണം ഇയാൾ കൊടുവാളുമായി നടക്കുന്നു, നാട്ടുകാരോടൊക്കെ പറയുന്നു ഇവരെ ഞാൻ തീർക്കുമെന്നാണ്. അങ്ങനത്തെ ഒരു മനോനിലയാണ് അയാൾക്കുള്ളത്. എന്താണ് ഒരു ക്രിമിനോളജിസ്റ്റ് നിലയിൽ താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? പ്രധാനമായിട്ടും ഈ ചെന്താമര എന്ന് പറയുന്ന അദ്ദേഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ പ്രൊസസ് ചെയ്യുന്ന ഒരാളുടെ ഒരു മനോനിലയാണ് നമ്മൾക്ക് കാണുന്നത്. അതൊരു ഡിസോർഡർ ആണോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആണോ എന്നുള്ളത് വേറൊരു തർക്ക വിഷയമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഈ മനോനിലയുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ ലഘൂകരിക്കുന്നതിന് ഒരിക്കലും സാധ്യമാകുന്ന കാര്യങ്ങളല്ല. കാരണം ശിക്ഷയുടെ ലഘൂകരണം വീണ്ടും വീണ്ടും ക്രൈമിന് കാരണമാകുന്നുണ്ട് സൊസൈറ്റിയിൽ എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനോനിലയ കൃത്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റിയോടൊപ്പം തന്നെ പാരനോയിഡ്, അതായത് ഒരു ഡൗട്ട്, മറ്റുള്ളവരിൽ കാണുന്ന ഒരു ഡൗട്ടും അതുപോലെ തന്നെ അതിൽ വെഞ്ചിയൻസ് തീർക്കുന്ന ഒരു ലാക്ക് ഓഫ് എമ്പതിയോട് കൂടിയിട്ടുള്ള ഒരു മനോനില കൈവരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റിയോടൊപ്പം ഈ പാരനോയിയ എന്ന് പറയുന്ന ഈ സ്വഭാവം കടന്നു വരുന്നത്. മാത്രമല്ല ഇദ്ദേഹം ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്ത് ജയിലിൽ പോയതിന് ശേഷം നമ്മളുടെ ജയിൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്കൂളാണെന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്, റീഹാബിലിറ്റേഷൻ സിസ്റ്റം. അവിടെ അദ്ദേഹത്തിന് വേണ്ട ഡയഗ്നോസിസ്, മെൻ്റൽ കണ്ടീഷൻ്റെ ഡയഗ്നോസിസ് കൃത്യമായിട്ട് നമ്മുടെ സർക്കാർ സംവിധാനം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ഈ സർക്കാർ സംവിധാനം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ചതിന് ശേഷം ആ നടത്തിയ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകളാണ് ഈ ജയിൽ സിസ്റ്റത്തിൽ ഇദ്ദേഹത്തിന് മനസാന്തരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത് എന്ന് പരിശോധിക്കണം. ഒരു ഇൻഎഫക്റ്റീവ് പണിഷ്മെൻറ്റ് സ്ട്രാറ്റജി ക്രൈം റേറ്റിന് കൂടുതൽ കാരണമാകുന്നു എന്നുള്ളത് 1779 ഒരു ശാസ്ത്രജ്ഞൻ നടത്തിയ പഠനത്തിൽ അതിനെക്കുറിച്ച് പറയുന്നു. ഇൻഎഫക്റ്റീവായിട്ടുള്ള ഈ പണിഷ്മെൻറ്റ് സ്ട്രാറ്റജീസ് വിൽ ഇൻക്രീസ് ദ ക്രൈം റേറ്റ് ഇൻ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഏത് പണിഷ്മെൻറ്റാണ് നമ്മുടെ സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക്? അവിടെ അത്തരത്തിലുള്ള പണിഷ്മെൻറ്റ് കൊടുക്കുന്നത് അത്തരത്തിൽ ഗുണകരമാകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം തന്നെ നമ്മുടെ നികുതി വാങ്ങിച്ച് ശമ്പളം വാങ്ങിച്ച് ജീവിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ആ ഒരു സേവനം തന്നെ അവിടെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾക്ക് അറിയാനായിട്ട് എന്ന് ചിന്തിക്കേണ്ടത്. അപ്പോൾ അവിടെ നടക്കുന്ന ഈ ഡയഗ്നോസിസിലാണ്, ജയിൽ സിസ്റ്റത്തിൽ നടക്കുന്ന ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഡയഗ്നോസിസിലാണ് ഇദ്ദേഹത്തിന് ഏത് തരത്തിലുള്ള ഒരു മെൻ്റൽ കണ്ടീഷനാണ് പൊസസ് ചെയ്യുന്നത് കൃത്യമായിട്ട് പറയാനാകുക. ഡയഗ്നോസിസ് ചെയ്യാതെ നമുക്ക് അത് പറയാനാകുന്നില്ല എന്നുണ്ടെങ്കിലും ഒറ്റ നോട്ടത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇതിനെ ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു മാനസിക നിലയിലൂടെ മാത്രമല്ല, ക്രിമിനോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഒരു സൊസൈറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടിയായിട്ടുള്ള, അതായത് സാധാരണക്കാരനും ധൈര്യമായിട്ട് സ്വതന്ത്രമായിട്ട് ജോലി ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ളതും, അതിനെ ഫോറൻസിക് സയൻസ് എന്ന് പറയും, ശാസ്ത്രീയമായിട്ടുള്ളതും അതുപോലെ തന്നെ സാമൂഹികപരമായിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനമാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഇതിനെ നോക്കിക്കാണുന്നതിന് വേണ്ടി ഇയാളിപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഇയാളൊരു ഒഴിഞ്ഞ വിഷക്കുപ്പി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇയാളെ സംബന്ധിച്ച് ഇയാൾക്ക് പക തീർക്കുക എന്നുള്ളതായിരുന്നു അയാളുടെ മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ ശിക്ഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ട്രയൽ അന്തിമ വാദം നടക്കാനിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇപ്പോൾ ഒരു ഒഴിഞ്ഞ വിഷക്കുപ്പി വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അയാളെക്കുറിച്ചുള്ള വിവരങ്ങളില്ല. കഴിഞ്ഞ 2019 കൊല ചെയ്തിട്ട് നേരെ കാട്ടിലേക്ക് കയറി പോവുകയായിരുന്നു. ഇപ്പോൾ ഡ്രോണൊക്കെ ഉപയോഗിച്ചിട്ടുള്ള തിരച്ചിൽ നടക്കുകയാണ്. ഇയാൾ എന്ത് ചെയ്തിരിക്കാനാണ്? ഇയാൾക്ക് ഈ പക തീർക്കുക, അത് കഴിഞ്ഞാൽ ഇയാൾ ആത്മഹത്യ ചെയ്യാനൊക്കെ ഉള്ള സാധ്യതയാണോ ഉള്ളത് ഇത്തരം ഈ താങ്കൾ പറഞ്ഞതുപോലെ ഇത്തരം ആൻറ്റി സോഷ്യൽ മൂഡ് കൊണ്ട് നടക്കുന്ന ആളുകൾക്ക്? അതോ ഇയാളെ പിടിക്കുക എന്നുള്ളതാണ്? എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്?
അല്ലല്ല, അദ്ദേഹം ഒരിക്കലും ആത്മഹത്യ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വ്യക്തിത്വമായിരിക്കില്ല ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർ. ഇവർ തെളിവ് നശിപ്പിക്കുക, രക്ഷപ്പെടാൻ ശ്രമിക്കുക. അതായത് നമ്മൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ ഒരു മെൻ്റലി ഇല്ലായിട്ടുള്ള ലുണാറ്റിക് ആയിട്ടുള്ള ഒരാൾ ഒരു ക്രൈം ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിയമത്തിൻ്റെ കുറച്ച് സഹായങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ അവർ രക്ഷപ്പെടാൻ ശ്രമിക്കില്ല, നിയമത്തിന് മുൻപിൽ നിന്ന് രക്ഷപ്പെടുവാനോ അതുപോലെ തന്നെ തെളിവ് നശിപ്പിക്കുന്നതിനോ അവർ ശ്രമിക്കില്ല. കാരണം ഈ കോൺസിക്വൻസസ്, നിയമത്തിൻ്റെ പണിഷ്മെൻറ്റിൻ്റെ ഒക്കെ ഒരു പെയിൻ അല്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസിനെ കുറിച്ച് അവർക്ക് അറിയില്ല. ഈ മെൻ്റലി ഇല്ലായിട്ടുള്ള ആൾക്കാർക്ക് അതിനെക്കുറിച്ച് ബോധേഡല്ല, നിയമത്തെക്കുറിച്ച് അറിയില്ല, അവർ വേറൊരു ലോകത്ത് ജീവിക്കുകയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി പൊസസ് ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ അവർ തെളിവ് നശിപ്പിക്കുകയും നിയമത്തിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും അവർക്ക് പ്ലഷർ കിട്ടുന്ന ഈ ക്രൈം ചെയ്തുകൊണ്ടൊരു സന്തോഷം കിട്ടുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ പക തീർത്തുകൊണ്ടൊരു മെൻ്റലി സന്തോഷം കിട്ടുകയാണെങ്കിൽ അത് വീണ്ടും വീണ്ടും ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒഴിഞ്ഞ മദ്യക്കുപ്പിയുടെ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, ഒരുപക്ഷെ അദ്ദേഹം പർപ്പസ്ഫുള്ളി അത് ചെയ്തതാണെങ്കിൽ അതിനെ നമ്മുടെ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനോ അല്ല. ശ്രീ സന്ദീപ്, ഞാൻ ചോദിക്കുന്നത് ഇതൊരു ക്രൈം ചെയ്യാനുള്ള പ്രഷർ കൊണ്ട് ചെയ്യുന്നതാണോ, അതോ ഇയാൾ ഈ പറയുന്ന പോലെ ഇയാളുടെ ജീവിതത്തിലെ മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം ഈ കുടുംബമാണ് എന്ന ധാരണയിൽ ഇനി അവരവിടെ ബാക്കി ഉണ്ടാവരുത് എന്ന അർത്ഥത്തിൽ അയാൾ ചെയ്യുകയാണ്? അതായത് അയാളുടെ പക തീർക്കൽ ഇതോടുകൂടി പൂർത്തിയായി എന്ന തരത്തിലുള്ള മാനസികാവസ്ഥയായിരിക്കുമോ അയാൾക്കുണ്ടാവുക? അതല്ല, ഇതൊരു ക്രൈമിൽ നിന്നുള്ള ഒരു പ്ലഷർ എന്ന അർത്ഥത്തിൽ ഇനിയും കൂടുതൽ ക്രൈം ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിമിനൽ സ്വഭാവം അയാൾക്കുണ്ട് എന്നാണോ? തീർച്ചയായും വളരെയധികം നമ്മളുടെ സമൂഹവും അതുപോലെ തന്നെ ഭരണകൂടവും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള ഈ വ്യക്തി എന്ന് തന്നെയല്ല, ഇത്തരത്തിലുള്ള വ്യക്തികൾ ഒരുപാട് നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും. അവരൊക്കെ തന്നെ ഇത്തരത്തിലുള്ള, അതായത് ഇവർ ഈ പ്ലഷർ ഇവർക്ക് കിട്ടുന്നതിൽ ഒരു സന്തോഷം കണ്ടെത്തുകയാണ്. പ്രത്യേകമായിട്ട് ഇവർക്ക് വെഞ്ചിയൻസോട് കൂടിയിട്ട് അത് പക തീർക്കുന്ന രീതിയിലാകുമ്പോൾ കൂടുതൽ ഒരു യൂഫോറിക് എഫക്റ്റ് എന്ന് പറയാം. നമുക്ക് ഈ പക ചെയ്യുന്നതിൽ ഈ ക്രൈം ചെയ്യുന്നതിലൂടെ കിട്ടുന്ന യൂഫോറിക് എഫക്റ്റ് വീണ്ടും വീണ്ടും കിട്ടുന്നതിന് വേണ്ടി ഇവരുടെ മനസ്സെപ്പോഴും കൊതിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇനിയും ഇദ്ദേഹത്തിൻ്റെ ഒരു അവസാനമായിട്ടില്ല, വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. പോലീസും പൊതുജനങ്ങളും നാട്ടുകാരും എല്ലാവരും തന്നെ വളരെയധികം ഈ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം.